അതില് ഡു ടാസ്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ സംസാരിക്കും. ഞാൻ എന്റെ സംസാരങ്ങൾ നോക്കണ്ട. ആയിക്കോട്ടെ, എന്റെ സംസാരങ്ങൾ നോക്കണ്ടേ? ഞാൻ ചാറ്റ് ചിലപ്പോ വായിക്കോ, നിങ്ങൾ നോക്കണ്ട. റോയിച്ചൻ ഹായ് ബ്രോ, ഹായ് ഹായ്. ഡു യുവർ ടാസ്ക്. എന്റെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കട്ടെ. ഇല്ല, എന്റെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കാം, അത്രേ ഉള്ളു പറയണേ, മനസ്സിലായോ? കടയാടി ആരാ? കടയാടി ആരാ? ഓക്കെ ഓക്കെ. ഞാൻ ഇതെങ്ങനെ അല്ല, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ? പിന്നെ ഇവിടെ ശേഖ ഈ മാപ്പിൽ ക്യാമറ സെക്ഷൻ ഒക്കെ ഉണ്ട്, ക്യാമറ ഒക്കെ കാണാൻ പറ്റും. CCTV അവിടെ പോവാ, ക്യാമറ കാണുക. ഈ ചുണ്ടയിൽ എന്താ ഇന്റെ ഒപ്പം നിക്കണേ? കണ്ടു 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 കണ്ടു. അയ്യോ, ഞാൻ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ ക്യാമറ കണ്ടോണ്ടിരിക്കുക. ഇവർ മണ്ടനാണോ? ശരി ശരി ശരി. ചുണ്ടലിക്ക് എന്താ പറയാനുള്ളത്? ചുണ്ടലി, ഞാൻ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഒറ്റടിക്ക് രണ്ടാളെ കൊന്നത്. ഒരാളല്ല, രണ്ടുപേരും. അല്ല, ഇതൊന്ന് കഞ്ചിട്ട് എനിക്ക് കുറച്ച് കാര്യം പറയണ്ടത് കഴിയണ്ടത് ഞാൻ പറയണ്ട്. ചുണ്ടലി ചുണ്ടലി സ്വന്തമായിട്ട് വോട്ട് ചെയ്തു. ഇനിയിപ്പോ സ്വന്തമായിട്ട് വോട്ട് ചെയ്ത, അല്ലെങ്കിൽ സ്വന്തത്തിന്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആളുടെ കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ അടിച്ചുകൂടെ? ഒരാള് പോലും എടാ കുണ്ണേ, എടാ മണ്ട, നീ എന്നെ തന്നെ പ്ലക്കില്ലേ ഉസ്മാനെ? നീ പുതിയ പാന്റ് ട്രൗസർ കുപ്പായിട്ട് എന്നാണ്ട് ഇന്നെ പ്ലക്കാൻ കയറിയതല്ലടാ കുണ്ണേ. ആശാന്റെ നെഞ്ചത്തിന്റെ ബോസേ ബോസേ കൊടുത്ത്. ഞാന് എനിക്ക് അറിയില്ലല്ലോ ഇത് എന്താ ചുണ്ടില്. ഫോൺ ഇതിപ്പോ നമുക്ക് സ്പെക്കിങ് മാത്രല്ലേ ഉള്ളൂ. ഈ മോളില് ക്യാമറ ഉണ്ട്, ക്യാമറ ചുമപ്പാണെങ്കിൽ അതിന്റെ അടുത്ത് ആരോ CCTV നോക്കുന്നുണ്ടെന്നാണ്. അല്ല, എനിക്കിപ്പോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ആത്മാവായിട്ട് ചെയ്യാൻ പറ്റൂടാ. അവിടെ ആ മിഷൻസിന്റെ അവിടെ പോയത് ടാബ് അമർത്തി വെക്കുമ്പോ കണ്ട ഓരോരുത്തർ ഐമാർക്ക് ഉണ്ട്, ഐമാർക്കിന്റെ അടുത്തോട്ട് നടന്നു പോകട്ടെ. പിന്നാലെ പോണു. ഈ എന്തോ നെക്കിപ്പാന്റെ പിന്നാലെ പോണു. ഓ, ബുള്ളൊക്കെ വലിയ കൂട്ടിയടാ. റിപ്പോർട്ട് ചെയ്തോ? ആരാ? രണ്ടാള് വെച്ചോ? സ്റ്റോറേജില് ഇവൻ ചാപ്സ് സെക്യൂരിറ്റി നോക്കിട്ട് പോണുണ്ടായിരുന്നു. പക്ഷെ അപ്പർ എഞ്ചിനിൽ നിന്ന് വന്നേ ഇവൻ.
ഷിബു അങ്ങോട്ട് വരുന്നുണ്ട് ഷിബു അങ്ങോട്ട് വരുന്നുണ്ട് റയാൻ കുറെ നേരം എന്തൊക്കെയോ അത് ഞാൻ കണ്ടേ അല്ല ഞങ്ങൾക്കിപ്പോ സംസാരിക്കാൻ പറ്റുമോ? ഞമ്മക്കിപ്പോ സംസാരിക്കാൻ പറ്റുമോ? ഷേഖിനെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ രാജുഭായിനെ ബുള്ളിനെ ക്ലിയർ ചെയ്യാം. കാരണം രാജുഭായി കുറെ നേരം സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ബുള്ള് ഇത്ര നേരം 2 കില്ല് അടിക്കണമെങ്കിൽ ബുള്ളിന് സമയമില്ല, ടൈമൊന്നുമില്ല. ബുള്ള് ഇത്ര നേരം അവിടെ സെക്യൂരിറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ചാപ്സ് റയാൻ നല്ല ഡൗട്ട്. അല്ല അതെ റയാൻ, ഞാൻ ഒരു മിഷൻ ചെയ്തോണ്ടിരുന്നപ്പോ ചുമ്മാ നിക്കുക അവൻ ഒരിടത്ത്. എടാ മെറ്റ പറയല്ല പറഞ്ഞോണ്ട് കൊണ്ടുവരാ. അല്ല പറഞ്ഞ നീ എന്താണ് ഏതൊക്കെ ചെയ്തേ, ഏതൊക്കെ ടാസ്ക് ചെയ്ത? കമ്മ്യൂണിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു മറ്റേ സാധനം. കമ്മ്യൂണിക്കേഷൻ ഞാൻ ഞാനിവിടെ മെഡ്ബേയിൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇലക്ട്രിക് ചെയ്യുമ്പോ ചെയ്ത് കഴിഞ്ഞു. മറ്റേ സ്വിച്ചിലെ മേലോട്ടായിട്ട് താക്കുന്ന അത് കറണ്ട് ഇല്ല, അതല്ല കറണ്ട് പോകുമ്പോ ടാസ്ക് ആണ് പറഞ്ഞത്. അത് ചെയ്ത് കഴിഞ്ഞ് അത് ഓൾറെഡി ഞാൻ ചെയ്തോണ്ട് മാറി ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെയും തിരിച്ച് അപ്പുറം ചെന്ന് കഫ്റ്റീരിയയിൽ സ്റ്റോറിൽ തിരിച്ചു വരുമ്പോ കമ്മ്യൂണിക്കേഷനിൽ വന്നത്. അപ്പോഴാണ് ഇവനെന്ത് കില്ല് ഇതാക്കിയെന്നും പറഞ്ഞു. ഇതുവരെയ്ക്ക് മിനിമം എല്ലാരും 3 ടാസ്ക് എങ്കിലും കംപ്ലീറ്റ് ആക്കി കാണും നമ്മളെ ഈ ടൈം വെച്ചിട്ട്. നീ എത്ര ടാസ്ക് ചെയ്തു? ഈ ടൈം വെച്ച് മിനിമം 3 ടാസ്ക് കംപ്ലീറ്റ് ആയി കാണണം. മെഡ്ബേയിൽ ഏത് ടാസ്കാ ചെയ്തേ? മറ്റേ അവിടെ സെക്യൂരിറ്റി ഉണ്ടായതില്ലേ, കമ്പ്യൂട്ടറിന്റെ അവിടെ. അല്ല മെഡ്ബേയിൽ സ്കാനിങ് മാത്രമേ ഉള്ളൂ, സ്കാനിങ് ആരും ചെയ്തിട്ടില്ല. അത് ഞാൻ സ്കാനിങ് ഇല്ല, സ്കാനിങ് ആരും ചെയ്തിട്ടില്ല. നീ സ്കാനിങ് ചെയ്തിട്ടില്ല. അല്ല വെയിറ്റ് നോട്ട് പോയിന്റ്. റയാൻ ചാപ്സിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്താ. ഇത് മാപ്പ് ഫുള്ള് പഠിക്കണം, എന്നാലും നടക്കൂട്ടാ. ഞാൻ ഇവിടെ എനിക്ക് മനസ്സിലാവും. ആ സുഖല്ലേ? ഇതെന്താ ഇലക്ട്രിക്കൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ എന്താ? എല്ലാരെയും കണ്ടു. എന്നെ പണിയത് ആരാന്നോലും എനിക്കറിയില്ല. അതാണ് പിന്നെ ഉസ്മാനെ എന്നെ ബ്ലോക്ക് ചെയ്ത്. ബോസ് നമ്മള് ഈ ആപ്പില് മറ്റോ ഇങ്ങനെ പ്രേതായിട്ട് അടിപൊളിയായിട്ടില്ല. ഇവിടെ പൂട്ടിയോ? എല്ലാരും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യോ? പ്രേതങ്ങളായാലും ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇവിടെ ക്യാമറ ഒട്ടിക്കാതെ പോയപ്പോ ടാസ്ക് ഇടാൻ എന്റെ ഫുള്ള് കംപ്ലീറ്റ് ആയി. എന്റെ എല്ലാം പച്ചാത്തി കിടക്കാം. ഇതായിട്ട് രണ്ടുപേരും ഞാൻ ഓടിപ്പടം കണ്ട്. ആരേത്? രാജുഭായി, ഗോപി, ശിവു, ദില ശരിയാ ശിവു നീല കളർ. അല്ല ശിവു നീ എന്താ റിപ്പോർട്ട് ചെയ്താ? പിന്നെ ആ ബോഡി ഞാനാ റിപ്പോർട്ട് ചെയ്ത ഞാനാ. എന്നോടൊരു ഹായ് തരാൻ പറയുമ്പോ റോഹിത് ശനിയാർ താങ്ക് യു ഫോർ ദ 8 drums. ബ്ലേക്ക് ഒരു ഹായ് വരടാ. എന്താടാ നിനക്കൊന്നും പറയലടാ ഷിബു. സ്വന്തമായിട്ട് വോട്ട് ചെയ്തോ? ശിവു നീ ഇപ്പൊ അത്ത പറഞ്ഞ എനിക്ക് നല്ല ഒരു ഐഡിയ കിട്ടി. എനിക്ക് എങ്ങനെ കളിക്കണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടി. അടുത്ത കളി ഞാൻ പൊളിക്കും. ഒരു കളി കൂടി കളിച്ചിട്ട് നമുക്ക് ആർപ്പി കയറാം. അല്ലല്ല ഇതന്നെ കളിക്ക. ഇതിലെന്നെ കളിക്ക. ഇതിലെന്നെ എല്ലാരും കയറും. കൊടുത്തു. പിന്നെ ഒരു കാര്യം പറയട്ടെ ചാപ്സെ, അവിടെ ഇങ്ങനെ സ്കാൻ ചെയ്ത് അപ്പിള് കേൾക്കാം. ഇങ്ങനത്തെ കളി ഉണ്ടോ നിങ്ങള്? പറഞ്ഞതാ അത്
ഈ ചുണ്ടേലിനെ ഞാൻ വിശ്വസിച്ച് പോയടാ, അതുകൊണ്ടാ ഞാൻ അറിയാതെ കഴിഞ്ഞാള് ചത്ത, ഇല്ലെങ്കിൽ ഞാൻ ചാവൂലല്ലോ. പയ്യൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അപ്പൊ അവിടെ സ്കാൻ ചെയ്യുന്നുണ്ടല്ലോ, അത് ഞാൻ കണ്ടില്ലേ ഇസ്മായിൽ ഇല്ലേ ഇതില്? ഇസ്മായിൽ ഇല്ലേ? തുടക്കത്തില് ആ മതി 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 മതി, കളി തുടങ്ങി. ഇസ്മായിൽ ഇല്ലേ ഇതില്? കളി തുടങ്ങിയ ഞാൻ കേറിയില്ല അതിന്, ഞാൻ കേറിയില്ല അതിന്. പിന്നെ 15 എക്സിറ്റ് ആയതില് അല്ലല്ല, എല്ലാരും വന്ന് സെന്ററിൽ വന്ന്, എല്ലാരും ഒരു മിനിറ്റ് സെന്ററിൽ വന്ന്, വേറെ ആരും കയറി ഞാൻ കേറിയില്ല അതില്. എക്സിറ്റ് ഇവിടെ തന്നെ എല്ലാരും ഇവിടെ റിപ്പോർട്ടിന്റെ ഇവിടെ. ഞാൻ ഇലക്ട്രിക്കൽ ഇരിക്കാണ്. എമർജൻസി മീറ്റിംഗ്. ആ അല്ലല്ല, അവരെ കേട്ടിട്ടാ മതി. ഓക്കെ ജോതം ഇതൊക്കെ ആരാണ്? അല്ല എക്സിറ്റ് അടിന്നാ. വേറെ റൂം ഇട്ട്, വേറെ നല്ല സ്ഥലമുണ്ട്, ഈ സ്ഥലമല്ലാതെ വേറെ ഓനെ കളഞ്ഞിട്ട് ബാക്കി കളിച്ച ഇവനെ റിപ്പോർട്ട് അടി, ആദ്യം ഇവനെ റിപ്പോർട്ട് ഇല്ല, സക്കായി ഇറങ്ങി. അല്ല ഇവനെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ. ആ ജോത ഇറങ്ങി. ആ സക്കായി ഇറങ്ങില്ല. അല്ല ഇസ്മായിൽ എന്തേ? ഇസ്മായിലോടെ അതാ ലിഫ്റ്റ് അടിച്ചോ, എന്നാ ലെഫ്റ്റ് അടിച്ചോ. അടുത്ത കോഡ് ഇടാ. അല്ല ഇസ്മായിൽ എന്തേ? ഐ അണ്ടർസ്റ്റാൻഡ്. ആ ഓ വന്നോ ബോസ് അടിക്കാൻ പേട്ടെ പറയും. ആ ഓക്കെ, വേറെ എന്തെങ്കിലും വേണോ? പാലത്തിന്റെ അടിയിൽ പോയാ മതി. 500 കൊടുത്താ സൂപ്പർ ചാറ്റ് 500 കൊടുത്തോ? ആ തരുന്നില്ല. അതെന്താ അതില് സൈൻ ചെയ്യണോ? അത് ഇമെയിൽ വെച്ചിട്ട് ആ സൈൻ ചെയ്താൽ ഇമെയിൽ അടിക്കണ്ട, സ്റ്റീം ഓട്ടോമാറ്റിക് കണക്ട് ആവും സൈൻ കൊടുക്കും. കോഡ് പറ, കോഡ് യു ഹാവ് സക്സസ്ഫുള്ളി സൈൻ യുവർ അക്കൗണ്ട്. നമ്മളെത്ര പേരെ ഉള്ളേ? ഇതെന്താ? ഡു നോട്ട് ഷോ ദിസ് പബ്ലിക്കലി അൺലെസ് യു വാണ്ട് എവരിവൺ ടു നോ യുവർ ഫ്രണ്ട്സ് കോഡ്. ഇതെന്താ? അത് ചുമ്മാ ഞാൻ എന്തിനൊക്കെ പാലി പിടിച്ച് നിൽക്കുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ എന്തിനൊക്കെയെന്ന്. അയ്യോ ഞാൻ എന്തിനാ പിടിച്ച് നിക്കി? ഇതെന്താ? ബട്ടൺ ഞെക്കി അൺഡേജ് അക്കൗണ്ട് കിട്ടും. ബിഗിനർ ജിൽഷാനാൻ 29 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ആ പറഞ്ഞോ എന്താന്ന് ബോസ്? ആ സൂപ്പർ ചാറ്റ് കിട്ടി. ആരെ സൂപ്പർ ചാറ്റ് ഇട്ടാ അറിയോ? അതെ, എനിക്ക് ഡിസ്കോഡില് മെസ്സേജ് നീയേ കാരല്ലേ പറഞ്ഞു കൊടുത്തത് എങ്ങനെ സൂപ്പർ ചാറ്റ് ചെയ്യണ്ടെന്നുള്ളത്. എടാ നിന്നെ കൊണ്ട് ചില്ലറ തൊയിരക്കാടുന്നല്ലല്ലോടാ ഉസ്മാനെ. കോഡ് ലൈവ് അത് കുഴപ്പമില്ല, കിക്കാക്കി പോലെ കിക്കാക്കാം. നെയിം എങ്ങനെ ചേഞ്ച് ആക്കാ ഗൈസ്? ഫോൺ അടിച്ച് കയറിയിരുന്ന എല്ലാത്തിനെയും പ്ലക്കും. പേരെങ്ങനെ മാറ്റിയ ഈ ഉസ്മാനെ കൊണ്ട് വലിയ തൊയിരക്കാടാടാ. എവിടെയാണ് കോഡ് അടിക്കണ്ടേ? ഈ ഒച്ചപ്പാട് എവിടെ കമ്മിയാക്കണ്ടേ? റയാൻ വന്ന് കോഡ് എവിടെ അടിക്കണ്ടേ? കോഡ് എവിടെ അടിക്കണ്ടേ? ഓൺലൈന് ആദ്യം നിങ്ങളുടെ ആരെങ്കിലും ഒരു പിൻ കോഡ് പറയോ? ഇല്ല. അത് 695,028. ഇതിന്റെ അകത്ത് സംസാരിക്കാൻ പറ്റുമോ? ഇവിടെ ഡിസ്കോഡ് ഇട്ടാണ്ട് തന്നെ കളിക്കാൻ പറ്റുള്ളൂ സംസാരിക്കാന്. കോഡ് എവിടെയാണ്? ആ എന്താണ് ബോസേ പറ. ഒരു QR കോഡ് വരും. 695 ഒന്ന് എടാ പുണ്ണ ഇന്ത്യയിൽ വരൂല. എനിക്കെന്നെ പേയ്മെന്റ് കൊടുക്കാൻ കഴിയായിട്ട് ഇവിടെ ബിലാലല്ലേ എന്റെ കൊടുത്ത്, പിന്നെ അത് എനിക്ക് വിട്ടിട്ട്. ബിലാല ഒരു 100. ആ ബുള്ളോപ്പി. ആ അളിയാ വന്നറിയാ. എടാ ഞാൻ എന്റെ പേരെങ്ങനെ മാറ്റിയ ചാറ്റ് സെറ്റിംഗ്സ് അല്ല, മൈ അക്കൗണ്ട് ചേഞ്ച് നെയിം മൈ അക്കൗണ്ട് ചേഞ്ച് 137 ഒന്ന് അയച്ചാടാ ബിലാല പ്ലീസ്. ചേഞ്ച് നെയിം ബിലാല വന്നില്ലേ ബിലാല? ആർക്ക് ഇരുപത്തിപ്പോ ഹോണാടിയാരാ? ബിലാല ഹലോ ബിലാല 12 മിനിറ്റ് ഈ കുണ്ടനെ എടാ ഇവനെ ഇതിന്ന് ഇറക്കി വിട്ട അവനെ കുണ്ണ തുടങ്ങി ഞാൻ ഒച്ചപ്പാട്. എടാ പറ കോഡ് പറഞ്ഞേ. JD എടി മതി. KU ഇതിലുള്ളവർക്ക് എല്ലാരും കണ്ടുക്കണോ? 29 ഗൈസ് ഇപ്പൊ 29 ഉറുപ്പിക ഇട്ടതിന്റെ പെണ്ണുങ്ങളാണ്. എല്ലാരും ഒന്ന് ഒരു ഹായ് കൊടുക്കും പറ്റുന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇട്ടോണ്ടേ കൊല്ലാന്നുണ്ടെങ്കിൽ പോയി കടന്നുറയില്ല. നാളെ എക്സാം ഇല്ല എനിക്കൊക്കെ.
എടാ ഇതിന്റെ അകത്ത് കില്ല് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഫ്രണ്ട്സോ അതെന്താ? ഞാനല്ല ആരാ ഒന്ന് വാ തുറന്ന് പറയാവോ? ഒരു ആയ കൊടുത്താണ് എല്ലാരും ഒന്ന് സമാധാനം ആയിക്കോട്ടെ. ഗെയിമിന്റെ അകത്തുള്ള പേരെന്താണോ അതോ വായിക്കണ്ട, മനസ്സിലായോ? എടാ കുട്ടാ ഇവളിപ്പോ സിറ്റി കാരണം പറഞ്ഞ് നിക്കാണ്, അറിയോ നിങ്ങക്ക്? ഇവളിപ്പോ ഭൂമിനെ ഒഴിവാക്കി ഓക്ക് സിറ്റി കാരണം പറഞ്ഞ് നിക്കാണ്. നല്ലതാ നല്ലതാ. വരട്ടെ, നല്ലതല്ലേ? എന്തിന് ഒരു എന്തിന് ഒരു ഞാനെന്തേക്കും അങ്ങനല്ല, സിറ്റിയിൽ പക്ഷെ എന്റെ ഗേൾഫ്രണ്ട് ഭൂമിയല്ലേ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പറയാം നിന്റെ ഇവിടെ അവീതം നിന്റെ ഒറിജിനൽ പെണ്ണു വന്നു അവീതം പിടിക്കാൻ. എന്തോർജ പെണ്ണ്, എനിക്ക് സിറ്റിയിൽ ഇപ്പൊ ഇവളോട് ഒരു ഇഷ്ടം തോന്നണ്ട, എന്നാലല്ലേ എനിക്ക് ഇവളെ സിറ്റിയിൽ നോക്കാൻ പറ്റുള്ളൂ. അങ്ങനല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, അത് സിറ്റിക്കകത്ത് ഇതല്ലേ റിയൽ ലൈഫ് വെച്ച് സംഭവം. പ്ലെയർ ആണോ? പിന്നെ ഞാൻ പ്യുവർ ആർപ്പിയല്ലേ ഞാന്. മിക്കതും സിറ്റിയില് ഭൂമിയുടെ ബ്രേക്കപ്പും കാണാം, പുറത്ത് മറ്റേ സുനുവിന്റെ ബ്രേക്കപ്പും കാണാം. അതറിയാം മുമ്പല്ലേ അധികം തന്നെ. എടാ ഇതൊക്കെ എന്താ, ഇതിന് കൊറേ പൈസ കൊടുത്ത് വാങ്ങാനുള്ളതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വാങ്ങാൻ പറ്റുമോ? ഇതെന്താണ് സംഭവം ഇതൊക്കെ? ബുള്ളേ ലോക്കലി കയറിയിട്ടാണോ? അത് കയറി നമ്പർ കോഡ് അടിക്കണ്ടേ? ഓൺലൈനിൽ പോവാ, താഴെ എന്റർ കോഡ് കാണിക്കും. എന്താ കേട്ടില്ല, എങ്ങനെ കളിക്കണ്ടേ? പറടാ, എനിക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞ എടാ കുണ്ണാളെ, ഞാൻ പറയണ കേക്കുണ്ട്, അത് എങ്ങനെയാണ് ഇത് കളിക്കുക? ഓൺലൈനിൽ പോവാ, എവിടെ ഓൺലൈന്? ഓൺലൈനിൽ പോവാ, അതിന്റെ ഓൺലൈന് അതിൽ കേറിട്ട് താഴെ എന്റർ കോഡ്, എന്നിട്ട് നമ്പർ KUJDPG. അതെ. എടാ ഇതില് കൊറേ ആൾക്കാർ പുറത്തുനിന്ന് കേറുവേ ചെലപ്പം. ഇല്ല ഇപ്പൊ 13 പേര് നമ്മളെ ഓടുന്നുള്ളമാരാ. ഇതെന്താ ഇങ്ങനെ കടതാരാ? ഒമർ ഓടാടിയൊക്കെ ആരാ? എടാ നമ്മ MRT ഉള്ള ആൾക്കാർ മാത്രം മതി ഇപ്പൊ തൽക്കാലം. അതാ ഞാൻ എടാ ഈ ഓടാടി ഒറിജിനൽ പേരിട്, സിറ്റി കാലത്തുള്ള നമ്മളെ പേരിട്. ബ്ലേക്ക് അണ്ണൻ ഓക്കെ. എടാ ഇത് കൊറേ ആൾക്കാർ പുറത്തുനിന്ന് വരും, ഇത് കളിക്കാൻ രസം ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ പുറത്തുള്ള ഓഡിയൻസിനായിട്ട് പിന്നെ കളിക്കാം, ഇപ്പൊ കളിച്ചാൽ രസം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ഇതിന്റെ അകത്തുള്ള പേര് വെച്ച് സംസാരിക്കട്ടോ. എന്തിന്റെ? എടാ കുണ്ണാളെ, സിറ്റിക്കകത്തുള്ള പേരിട് ഇതില്. ഇതൊക്കെ ആരാ? ഒമർ ഞാനല്ല എന്നൊക്കെ. ഇത് ആരാ ഈ ഞാനല്ല? ഉസ്മാൻ കി ജയിന്നോ? ജിയോ സോജി താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ 40 rupees super chat. ഇതെങ്ങനെ കളി എനിക്ക് അറിയില്ല കേട്ടോ, ഇത് എന്താ കാട്ടേണ്ടത് വെച്ചാൽ ഓൺലൈൻ മാറ്റി ലോക്കൽ ആക്കുന്നോ? അങ്ങനെ തെക്ക് ഐലൻഡ് എന്തായാലും കളിക്കണം മോനെ, തെക്ക് ഐലൻഡ് ഞാൻ ഇത് ഭയങ്കര ബോറാവും, ഇതൊക്കെ ആരാ കേറി വരുന്നത്? ഇതെന്താ എങ്ങനെ എക്സിറ്റ് ആവാ മയില്? എടാ റൂം, എടാ ഞാൻ സ്ക്രീൻ ഐഡ് ചെയ്തോളാം. നിങ്ങള് കോഡ് എന്താന്നുള്ളത് കോഡ് നമ്മളെ ചാറ്റിലിട്ടാ മതി, ഗ്യാങ് ചാറ്റിലിട്ടാ മതി. കോഡ് ഗ്യാങ് ചാറ്റിലിട്ടാ മതി. ഞാൻ സ്ക്രീൻ ഐഡ് ചെയ്തോണ്ട് ഇതൊക്കെ. ഇത് എങ്ങനെ ഇതിന്ന് ഇറങ്ങുക കഴിഞ്ഞ പണ്ടിറങ്ങാന്? വാട്സാപ്പ് ഇട്ടാ മതി. എടാ ആദ്യം ഇതില് ഈ ഡിസ്കോഡിലുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടിട്ടാ പറയണത്, ഗെയിമിന്റെ അകത്തുള്ള പേരൊന്നിട്ടാണ് ദയവ് ചെയ്ത് മനസ്സിലാവണത് ആരൊക്കെയാണെന്നത്. മാലിക്കൊക്കെ ഉണ്ടോ ഇതില് കളിക്കാന്? ഉസ്മാൻ ഉണ്ടോ ഇതില് കളിക്കാന്? ഉസ്മാൻ കളിക്കാണ്ടോ? എന്നെ കൂട്ട് വെച്ചാ ഒരു 500 ഉറുപ്പിക കൂടി അയച്ചാ വേണേ കൂട്ടാ. അല്ലേ ആലോചിക്കട്ടെ. ഹൈഡാക്കല്ല, വാട്സാപ്പിൽ അയക്കാന്ന് പറഞ്ഞു. ഇതെങ്ങനെ കളിക്കാൻ രാജു ഭായി? പറഞ്ഞുതരാം. നമ്മളെ ഇപ്പൊ ഒരു റൂം ഇടും, അതിൽ നമ്മൾ കയറിയതിനു ശേഷം ഇതേതാ മതി. നമുക്ക് കുറച്ച് മിഷൻസ് ഞാൻ അയച്ചുതരാം എനിക്ക്.
എല്ലാരും സ്ക്രീൻ ആയിട്ട് കേറാം. പാപ്പ ഈ കോഡ് ഇത് ഇതാക്കാൻ കഴിയില്ല കാണാതിരിക്കാൻ ഇല്ലടാ ഐഡിയ പറ്റോടാ പുള്ളേ. എന്തോ സംഭവം ഉണ്ടാ എടാ ഇത് ഞാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എല്ലാരും കുടിച്ചിട്ട്. ഇല്ല നീ ഇല്ല കുഴപ്പമില്ല അത് തൽക്കാലം നോക്കി കേറ്. പെട്ടെന്ന് കേറ് എല്ലാരും. കേറി 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 എവിടെ ഇടറാ എത്ര പേരായി? 7 ആളായി. ചുട്ടുമണിക്കാരാ അവിടെ പൊന്നാറ ബിലാലെ അതിന്റെ മോനെ എനക്കെന്താ എന്റെ പേര് ഇടാൻ പറ്റൂലേ? അടുത്ത ചാപ്ഷൻ അല്ലേ? അതെങ്ങനെ മാറ്റി എനിക്കറിയില്ല. പിന്നെ ചുട്ടുമണിന്ന് അങ്ങനെ ചിട്ടത് മാറ്റിയത് അത് ഞാനല്ല വേറെ ആരും. ചുട്ടുമണിയെ കിക്കി ഞാൻ കേറി പോയി പേര് മാറ്റിട്ട് വാ. അവിടെ എല്ലാരും ഗെയിമിന്റെ അകത്തുള്ള പേരിടാൻ പറഞ്ഞിട്ട് പിന്നെ നീ മാത്രം ചുട്ടുമണി മാറ്റിട്ട് ഇറങ്ങിട്ട് വാ. മാക്ക് എവിടെ അറിയില്ല ചാറ്റ്. തെക്കൈലൻഡ് കളിക്കാം. തെക്കൈലൻഡ് എങ്ങനെയാന്നുള്ളത് അറിയില്ല. പറഞ്ഞിട്ട് അടിപൊളിയാണെന്നുള്ളത്. കളിക്കാം കളിക്ക് ഷെയ്ക്ക് വെയിറ്റ് 13 പേരുണ്ട്. ആരാ കേറാത്താരാ? ഞാനാണ് ഞാൻ കേറി. ഉസ്മാൻ ഉണ്ടോ അതില്? ഒരു മിനിറ്റ് രാജുഭായ്, ഒരു മിനിറ്റ്. ഓക്കെ ഷേക്ക റൂള് പറഞ്ഞുതരാം. ആ ഇതിൽ ഇത്ര 15 പേരുണ്ടാവും. ചിലപ്പോ അതില് 3 പേര് 2 പേര് ഒന്നും മിണ്ടാതിരി. ഉണ്ടല്ലോ എല്ലാരും സൈലന്റ് ആക്കി ഒരാൾ പറഞ്ഞാൽ മതി. എല്ലാരും സൈലന്റ് ആവും. 15 പേരില് ആ. 2 ഇമ്പോസ്റ്റേഴ്സ് ആണ്. ഇമ്പോസ്റ്റർ എന്ന് വെച്ചാൽ കൊലയാളികള്. നമ്മൾ 15 പേര് ഇപ്പൊ ഒരു ഷിപ്പിലോട്ട് ഇറങ്ങും. നമുക്ക് അവിടെ കുറച്ച് മിഷൻസ് ആണ്. കുറെ കമ്പി ഓട്ടിക്കുക, പെട്രോൾ അടിക്കുക, കറണ്ട് ശരിയാക്കുക. അതിന്റെ ഇടയിൽ നമ്മളെ ഇടയിൽ തന്നെ 2 കൊലപാതകൾ കാണും. അവര് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മൾ ബാക്കിൽ നിന്ന് പ്ലക്കിയിട്ട് പോകും. പ്ലക്കിയിട്ട് പോകുമ്പോ അപ്പം തന്നെ നമ്മൾ ബോഡി കാണുമ്പോൾ നമ്മൾ പോയിട്ട് റിപ്പോർട്ട് അടിക്കണം. നമ്മൾ ഇറങ്ങുമ്പോ തന്നെ ഒരു ചുമന്ന ബസറാണ്. ആ ബസർ നിൽക്കുമ്പോ എല്ലാരും കൂട്ടത്തോടെ ഇരുന്ന് ചർച്ച ചെയ്യണം ആരാണ് ആ കൊലപാതകി എന്ന്. എന്നിട്ട് ചുമ്മാ ആരെയും കിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരാളെ പേര് ഇങ്ങനെ സെലക്ട് ചെയ്യണം. ഇവനാണ്, എനിക്ക് തോന്നുന്നു ഇവനാണ്. പറയട്ടാ. ആരെങ്കിലും പറയണം ഇല്ല ഞാൻ കണ്ണോടെ കണ്ട് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഉറപ്പാവുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ശരി അവന്റെ കൂടെ നിന്നിട്ട് ആരാണോ കൊന്ന അവനെ പിടിച്ച് കിക്ക് ചെയ്യണം. അപ്പൊ അവ അങ്ങ് പുറത്താവും, ഷിപ്പിൽ നിന്ന് പുറത്താവും. അവന് പിന്നെ കളിക്കാൻ പറ്റൂല. അവ ആത്മാവായിട്ട് കറങ്ങി നടക്കും. പിന്നെ ഇനി രണ്ടാമത്തെ ആളിനെ കൂടി നമ്മൾ പിടിക്കുമ്പോൾ കളി നമ്മൾ ജയിക്കും, മറ്റേ ആൾക്കാർ ജയിക്കും. അതല്ല ഷേക്കാണ് കൊലപാതകമെങ്കിൽ ഷേക്കിന് ആകെ ചെയ്യാനുള്ളത് ആൾക്കാരെ പെട്ടെന്ന് കൊന്നു തീർക്കുക. കാണാണ്ട് ആൾക്കാർ 10 പേര് നിക്കുമ്പോ പോയി കൊല്ലണമെന്നല്ല. അത് മാത്രല്ല ചത്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ ഒന്നും ഇടരുതിട്ട. ചത്തു എന്നൊക്കെ റിയാക്ഷൻ ഇടരുത്, പിന്നെ ഒന്നും പറയരുത്. അഥവാ ഇന്ന വന്നാണ്ടപ്പോ കൊല്ലോ അതിൽ ആൾക്കാരെ. നിങ്ങൾക്കും കൊല്ലാം. ചിലപ്പോ ഷേക്കിന് ഒരു ഇത് സ്ക്രീനിൽ വരും. എനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോ കട്ടപ്പകളുണ്ട്. കട്ടപ്പ കളി ഇപ്പൊ സ്റ്റാർട്ട് കൊടുക്കുമ്പോഴേ അല്ല ഇത് കളിച്ചേ പഠിക്കോളൂ. അത് നോക്കണ്ട, കുറച്ച് റെഡി ആവുള്ളൂ. ഷേക്കിന്റെ സ്ക്രീനിൽ ചുമപ്പായിട്ട് ഇങ്ങനെ കാണിക്കും യു ആർ ഇമ്പോസ്റ്റർ. അപ്പൊ അതിന്റെ അർത്ഥം ഷേക്ക് ഇമ്പോസ്റ്റർ ആണ്. അഥവാ ഞാനാണ് കൊലയാളി, ഞാനായിരിക്കും. അതല്ല നോർമലായിട്ട് കാണിക്കും. റോള് 2 ഉള്ളൂ, ക്രൂമേറ്റും. പക്ഷെ വേറൊരു ഇതുണ്ട്. എനിക്ക് മെറ്റ കിട്ടും ഇതില്. അങ്ങനെ സംഭവമുണ്ട്. ചാറ്റ് ഓഫ് ചെയ്ത് എല്ലാരും. ഡാറ്റ ഓഫ് ചെയ്യൊന്നും വേണ്ട. അല്ല എന്റെ ചാറ്റ് ഓഫ് ആക്കിയാതോ? നോക്കട്ടെ. 11 വരെ ഉള്ളൂ. അല്ല 11 ആളുള്ളൂ. ഈ ഉസ്മാനില്ലേ? ഇസ്മായിലില്ല. ഇസ്മായിലൊന്ന് വിളിച്ചോക്കട്ടെ. അല്ലല്ല ഇസ്മായിലൊന്ന് വിളിച്ചോട്ടെ. വാട്സാപ്പിലെ ഗ്രൂപ്പിലുണ്ട് ആ കോഡ് അടി. ഗ്യാങ്ങിന്റെ ഗ്രൂപ്പിൽ ഇട്ടിക്കണ്. പിന്നെ എല്ലാവരും സ്ക്രീൻ ഇടാ. ഇത് കളിക്കാണ്ടോ? എന്താണ് ഇമ്പോസ്റ്റർ കളിക്കാണ്ടോ? എംഎസ് കളിക്കാണ്ടോ? കറണ്ട് പോയി. നന്നായി. ഓക്കെ. ഇസ്മായിലിന്റെ കറണ്ട് പോയി കാണാം. അപ്പൊ ഇസ്മായിൽ ഉണ്ടാവില്ല. മൈക്ക് സൗണ്ട് ആയോ? കളി തുടങ്ങിക്കാം. ആയിന്നുണ്ടെങ്കിൽ കളി തുടങ്ങിക്കാം. ചുണ്ടയിലോ? ഉസ്മാൻ ചുണ്ടയില്. സ്റ്റാർട്ട് ചെയ്തു. നോക്കട്ടെ എന്താ. അല്ലല്ല മ്യൂട്ടാക്കണ്ട, ഓവറായിട്ട് അലക്കാതിരുന്നാ മതി. മനസ്സിലായില്ലേ? അല്ല ഞാനേ കാര്യം റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പാടുള്ളൂ. ആര് കൊലപാതകം. എന്റർ ID കോഡ് റിയാക്ടർ എന്റർ ഡൈവേർട്ട് പവർ ടു ഓഫീസ്. അതെന്താ എനിക്ക് മനസ്സിലാവണ്ട. അതൊക്കെയാണ് മിഷൻസ്.
വായിക്കില്ല, എനിക്ക് വായിക്കില്ല. കിട്ടിയാണ് ബോസേ എനിക്ക് തന്നെ കിട്ടിയാണ് മിണ്ടല്ലേ ഉസ്മാനെ മണ്ടത്തരം കാണിക്കും. അല്ല ഞാൻ എന്താ കാട്ടണ്ടി എനിക്ക് മനസ്സിലാവണില്ല. എനിക്കൊന്നും ഇത് ഞാൻ ഇതിലെന്താ വെറുതെ തുള്ളിച്ചാട്ടി ഓടുന്നുണ്ടാ. അല്ല ഞാൻ എങ്ങനെ ചോപ്പായത്? ഇതല്ല ഇതിന്റെ മെയിൻ ആണ്. ഞാൻ എങ്ങനെ ചോപ്പായതപ്പോ? ഞാൻ പറ്റിയാണല്ലോ അത് വേറെ. എല്ലാരും ഇഷ്ടമുള്ള കളർ വരും. അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ 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 നോട്ട് ആക്കാം. പിന്നെ അതെന്തോ ഡെഡ് ബോഡി ഉണ്ട്. കണ്ടവര് സംസാരിക്കട്ടെ. ഹൂ ഈസ് ഇമ്പോസ്റ്റർ? സ്കാനറിലുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇത് പറയാൻ പാടില്ലല്ലോ എന്താ മുണ്ടല്ല ഉസ്മാനെ തൊള്ള പൂട്ട് കേക്കട്ടെ. മാപ്പ് കാണാ അപ്പാപ്പൻ എന്റെ കൂടെ കണ്ടായിരുന്നു. അപ്പാപ്പനെ ഞാൻ കണ്ടായിരുന്നു. അഡ്മിൻസിലാണ് ഡെഡ് ബോഡി ഉള്ളത്. രണ്ടാളെ സംശയമുണ്ട്. ഒന്നെങ്കിൽ ബിലാൽ അല്ല ഇക്രുമോൻ. കാരണം രണ്ടാളെ അവിടെ കേറി പോന്ന ഞാൻ കണ്ടിന്. ഞാൻ നമുക്ക് ബിലാലിനെ നോക്കാം, ബിലാലിനെ നോക്കാം. ഞാനല്ല മിണ്ടാതെ ചുമ്മാ ഇരി. ഞാൻ കൺഫേം ആണെങ്കിൽ മാത്രം റിപ്പോർട്ട് ഇപ്പൊ ഇതിയല്ലേ ചുമ്മാ റിപ്പോർട്ട് ചെയ്ത് ബോറാക്കല്ല ഗെയിം. ഇക്രുവിനെയോ ബിലാലിനെ സസ്പെൻഡ് വെച്ചോ. കാരണം റയാൻ ഉറപ്പിനെ കേറിപ്പോയെ. അങ്ങനെയാണ് സ്കിപ്പ് അടിച്ചു നിനക്ക് ഉറപ്പില്ല. വേറെ ആർക്കും ഒരു ഇതില്ലല്ലോ. സ്കിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായ ഇതെന്താ എല്ലാരും ആരെ എല്ലാരും നിക്കേ? സ്കിപ്പ് താഴെ നമുക്ക് ആരാണെന്ന് അറിഞ്ഞൂടാ. അവരെ ചുമ്മാലെ പുറത്താക്കിയാ നോക്കിയോ. സ്കിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞില്ല. ഓക്കെ ശേഖേ നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമ്മുടെ ടീംമേറ്റിനെ പുറത്താക്കാൻ പാടില്ല. ഓ നോൺ വാസ് ഇജക്റ്റഡ് സ്കിപ്ഡ് ടു ഇമ്പോസ്റ്റേഴ്സ് റിമൈനിങ്. ഇപ്പൊ എന്താ ഇവിടെ നമ്മള്? അല്ല റയാനിപ്പോ മരിച്ചോ? റയാപതിന്ന് പോയോ? ആത്മാവായി റയാനെ പണിയെടുക്കാൻ പക്ഷെ എപ്പോഴും എല്ലാം കാണാൻ റയാൻ പറ്റും. ആരോ പ്ലക്കി. അല്ല ഇപ്പൊ എനിക്കിപ്പോ ഒരാളെ കൊല്ലാൻ പറ്റുമല്ലോ. ആണെങ്കിലേ കൊല്ലാൻ പറ്റും ശേഖേ. ആ ഓക്കെ പോസ്റ്റർ ഒക്കെ വന്നാ ഈ ചുണ്ടലി ആരാ? ചുണ്ടലി ഉസ്മാൻ. ഹലോ ഉസ്മാൻ ഹലോ ചുണ്ടലി ഇങ്ങോട്ട് വാ. മേലക്ക് ഇവിടെ ഇങ്ങോട്ട് വാ. അവിടെ വേറെ അയ്യ അങ്ങനൊക്കെ അല്ല. തിരിഞ്ഞിക്ക്. ഇതാരാ ഇത് അപ്പോത്തിന് ചാകുന്നത്? പുള്ളി ഇതെന്താ താഴത്ത് ഈ സക്കായിന്റെ പേരിങ്ങനെ വരുന്നേ? സക്കായ റിപ്പോർട്ട് ചെയ്തു. ഓരോ ഒബ്ജക്ഷൻ ഉണ്ട് കേട്ടോ. ഈ സക്കായി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ എനിക്ക് തോന്നണ സക്കായിയാണ് എല്ലാരും കൊല്ലണ തോന്നുന്നുണ്ട്. നേരത്തെ സക്കായി ഒബ്ജക്ഷൻ ഉണ്ട്. 2 പ്രാവശ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് സക്കായാണ്. അപ്പൊ എനിക്ക് സക്കായിന് ആവശ്യം. അതെ എനിക്കും ആ ഡൗട്ട് ഉണ്ട്. അന്നെ പറയാൻ വിട്. അല്ല അന്നെ പറയുന്ന വിട്. ഞാൻ കണ്ട എന്റെ കൺമുമ്പ് ഇക്രു കൊന്ന ഇക്രുവിന് വോട്ട് എന്നിട്ട് ഓരല്ല എന്റെ വോട്ട്. ഇല്ല ഇക്രു എന്റെ അടുത്തുണ്ടായിരുന്നു. ഇല്ല ഇത് ആ സക്കായി അല്ലേ ഈ പറയണേ? സക്കായി സത്യം പറയാൻ എല്ലാരും കൺവേർട്ട് ആക്കുന്ന. അതാ പറയുന്നത്. ഹലോ കേക്കുന്നില്ലേ? ആ സക്കായിയാണ് സംസാരിക്കുന്നത്. ഇക്രു എന്റെ മുമ്പ് വന്നേ. ഞാൻ ഞാൻ ഉണ്ടായിരുന്നില്ല പാപ്പാ. നീ ഇക്രൂന് എന്തിനാണ് ഇത്ര ഇത് ചെയ്യണത്? അല്ല എന്റെ അടുത്തുണ്ടായിരുന്നു ഇക്രു. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ് ഇത് എവിടെ ഡെഡ് ബോഡി ഇവിടെ കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മറ്റേ മൂലക്ക് ഞാൻ പറഞ്ഞ മറ്റേ മെഡ്ബേന്റെ സൈഡില് മെഡ്ബേന്റെ മെഡ്ബേന്റെ സൈഡിലാണെങ്കിൽ ഇക്രു അങ്ങോട്ട് കേറി പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കി ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ അല്ല ഇവ കണ്ണോട് കണ്ടെന്നാ പറഞ്ഞത്. അതെ 2 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തോണ്ട് സസ് അടിച്ചു. അത്രേ ഉള്ളൂ. പറഞ്ഞില്ല എന്റെ മൈക്ക് വിട്ട് ഹലോ വെയിറ്റ് ഉസ്മാൻ ഞാൻ നിന്റെ വീട്ടിലിരുന്നാളാ മണ്ടയില്. അവിടെ ആർപി ഇപ്പൊ കേറൂല. നിങ്ങൾ വെറുതെ സ്പാം ചെയ്യണ്ട. ആർപി കാണാൻ താല്പര്യമുള്ളവർ നിങ്ങളെ പൊയ്ക്കോളൂ. ഇത് വെറുതെ ഇതാക്കലടങ്ങാറാക്കലൊരു ഗെയിം കളിക്കും. ഞാൻ ഉസ്മാനും ഉണ്ടായിരുന്നു. അവിടെ ആർപി എന്നുള്ളതൊന്ന് വേർഡ് ബ്ലോക്ക് ഇട്ടാ കുറച്ചു നേരത്തിന്. അഡ്മിൻ ആരല്ലടാ? ജാസ്കോ ആരാ? എങ്ങനെയാണ് ഉസ്മാനും ഉണ്ടായിരുന്നടാ? ഞാൻ എങ്ങനെയാണ് വലിയ ഇഷ്ടപ്പെടുന്നത്? കളിയോട് കുറച്ച് ടൈം ആയുള്ളൂ. ഞാൻ മനസ്സിലായി. ഞാൻ വോട്ട് ചെയ്തുട്ടാ. അതെ അതെ ഒരു കാര്യം പറയാം. എനിക്കൊരു സെക്കൻഡ് ടൈമാണ് ഇക്രൂന്റെ പേരാണ്. ഇത് ഇക്രു അല്ലെങ്കിൽ സക്കായിനെ വോട്ട് ചെയ്യാം. അതാണ് കാരണം ഇക്രു സക്കായി കണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സക്കായിനെ വോട്ട് ചെയ്താ അടുത്തല്ലേ ബിലാലെ സക്കായിനെ എല്ലാവരും വോട്ട് ചെയ്തോ? അതല്ല ഇപ്പൊ നമ്മളിപ്പം 4-4 ചെയ്തില്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്താ മെജോറിറ്റി എത്ര പേരുണ്ട്? ഇമ്പോസ്റ്റർ എത്ര പേരുണ്ട്? അല്ലെ യൂസ് എന്താ കൊടുക്കണ്ടേ? ഇപ്പൊ ബുള്ള് ചത്തോ?
ഉസ്മാനെ ചുണ്ടേല് ഒരുമിച്ച് ഇങ്ങോട്ട് വാ മേലെ. എന്ന് പറയാൻ പറ്റൂലേ. പ്ലക്കല്ലേ ചുണ്ടേല് തിരിഞ്ഞിക്ക് ആ അവിടെ ഒരു ആരോ മാർക്ക് കാണിക്കണ്ട, എല്ലോ ആരോ മാർക്ക് കാണിക്കണം അവിടെ. ഞാൻ ഇപ്പൊ എന്താ കാരണം നിന്റെ ടോട്ടൽ ടാസ്ക് കംപ്ലീറ്റഡ് ഉള്ളത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ പുറത്താക്കും പോകും. ഇല്ല പെട്ടെന്ന് നമ്മൾ കംപ്ലീറ്റ് ആക്കിയാണെങ്കിൽ നമ്മൾ ജയിക്കും കേട്ടാ. എല്ലാരും ടാസ്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമ്മൾ ജയിക്കും. ആ പെട്ടെന്ന് ജയിക്കും. ആരോ ലൈറ്റ് ഓഫ് ആക്കി അവരായി. കാണല ആ അവിടെ നിന്നോ എന്റെ മറവിൽ നിന്നോ മുണ്ടണ്ട അവിടെ എടാ പൊട്ട ഞാൻ എന്താ ഇത് മരിക്കൂല മനസ്സിലായോ? ഇതില് ഈ കൂട്ടത്തിൽ നിന്ന് ആരാ ഇതില് ഉസ്മാനെ എടാ പൊട്ട ഇതില് ഇമ്പോസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാ കൊന്നെന്നുള്ള മനസ്സിലാവില്ല. എത്ര ആൾക്കാർ ഇതിൽ കേറിന്നാലേ എന്റെ പൊന്ന് ചോദിക്കാതെ ഒളിച്ചിരിക്കാനാണോ നിങ്ങള് പഠിച്ചത്? വന്നേ ആരാ ഇത്? എന്താ പിന്നെ എന്താ ഒളിച്ചിരിക്കുന്ന എന്താ ഉണ്ടല്ലോ അതാരാ ഇതാരാ? ഏത് വാപ്പാനോട് അൽപ്പിടണ്ടേ കുണ്ണേ? എവിടെടാ ബോഡി എവിടെടാ? ബോഡി ഇതാരാ കൊന്നേനി പറ. അപ്പാപ്പൻ ചത്ത. ഇയാളൊക്കെ ചത്ത. ഇക്രു ഞാനും കണ്ട ഇക്രൂനെ അപ്പാപ്പനോട്. ആർപി പോടാ. ഇക്രൂ ഞാൻ കണ്ട ബൈ ബൈ. ഇക്രു അവിടെ ഷെയ്ക്കോ ഒന്നും ഇല്ല. ഷെയ്ക്കൊക്കെ മേലെ ഉണ്ടായിരുന്നു എല്ലാരും. അപ്പൊ പൊട്ട ഇക്രു ഇന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. ഇക്രു അവിടെ ഇന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. ഇല്ല എനിക്ക് തോന്നണത് ബിലാലാണ് ചുട്ടുമണിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിലാൽ ഇക്രൂനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്തു. അതെ ഇത് ബിലാല. അല്ല നമ്മളിപ്പോ വോട്ട് ചെയ്തിട്ടേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ചാറ്റ് ഒരു മിനിറ്റ്. ഞാൻ ഇപ്പൊ നമ്മള് വോട്ട് ചെയ്തിട്ട് ഇപ്പം ഇമ്പോസ്റ്റർ അല്ല. ഇപ്പൊ നമ്മുടെ ടീമിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ പിന്നെയും സ്റ്റിൽ ഇമ്പോസ്റ്റർ ബാക്കിയുണ്ട് പറഞ്ഞിട്ട് വരുമോ? കാണിക്കും അഥവാ നമ്മളെടുത്ത ഡിസിഷൻ തെറ്റേനു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇവനെ കിക്കിനോടുകൂടി. എന്നാ നീ മുമ്പ് നീ തന്നെ നീ അല്ലേലും നീ പുറത്തിരുന്നോ? ഞാൻ ചുട്ടുമണി എന്താ തെറ്റ്? അയ്യോ എന്താ ഞാൻ ചുട്ടുമണിക്ക് ഇതാക്കിയപ്പോ തല കുത്തനെ വന്നു. ഇക്രു ബൈ ബൈ. എന്താ സ്ക്രിപ്റ്റിലാ ഇക്രു? അഭിനയിക്കില്ലേ ബിലാലെ നീ? എയ്മ കുത്തണോന്ന്? ഇതെന്താ ഇവിടെ കറണ്ട് പോയിക്കണേ? സാബോട്ടേജ് ചെയ്യാൻ പറ്റും. വാട്സാപ്പ് ഞാൻ കണ്ടു. എടാ ഇന്ന ഒറ്റക്കാക്കല്ല ഇന്ന ആരെങ്കിലും പണ്ണു. ചുണ്ടലിന്റെ ഒപ്പം എടാ ചുണ്ടേൽ ഇങ്ങോട്ട് വാ. എന്റെ ഒപ്പം വാ. കുണ്ണ ഇങ്ങോട്ട് വാ. ഈ ബിലാലിന്റെ പേരെന്തോന്നാ? ഇവിടെ ആർപ്പി കാണാൻ കാണാൻ എന്താന്നടാ ബന്ധപ്പെട്ട് തലമ്പൊരു സാധനം. നമ്മളൊക്കെ താഴത്താണല്ലോ സാധനം. അടുത്തത് എമർജൻസി മീറ്റിംഗ്. അതെന്താ? നോ ഡെഡ് ബോഡീസ് ഫൗണ്ട്. അതാണോടാ കുണ്ണ നിന്റെ എമർജൻസി മീറ്റിംഗ്? ആരും മരിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് ഈ വെന്റില്ലേ, വെന്റ് എന്ന് പറയുന്ന സാധനം ഭൂമിക്കടിയിൽ ഏവനെങ്കിലും പോകണേ കണ്ട അവനും ഇമ്പോസ്റ്റർ ആണ്. ഇമ്പോസ്റ്റർമാർക്ക് ഭൂമിക്കടിയിൽ പോകാൻ പറ്റും. ഈ ഭൂമി പറഞ്ഞാല് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല ആ ഭൂമിയല്ല ഞാൻ പറഞ്ഞ നമ്മളെ മാപ്പിന്റെ അകത്ത് താഴത്ത് പോകാൻ പറ്റുന്ന ബ്ലേക്ക് താഴെ പോണ ഞാൻ കണ്ടിനിപ്പോ. അത് കഴിഞ്ഞ് ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് താഴത്തേക്ക് പോയത് ഏറ്റവും അടിയിലെത്തിയിട്ട് പിന്നെയും താഴെ പോയത്. അത് ബാൽക്കണിക്കാ പോയത് തോന്നിട്ടാ. ബാൽക്കണിക്ക് ഏറ്റവും താഴെ ബാൽക്കണി.
ഞാൻ എല്ലാ സ്പാം ഇടുന്നവരോടും ബോറിംഗ് എന്ന് പറയണവരോടാ പറയണത്, കാണണ്ട പോയിക്കോ. ഞാൻ ചാറ്റ് നോക്കണില്ല. ഞാൻ സുട്ടുമണി ആരാ? ബ്ലേക്ക് അല്ലേ? ബിലാൽ എന്തിനാണ് ഇക്രൂനെ എപ്പോഴും നമുക്ക് അറിഞ്ഞൂടാ. ഒരു ഇമ്പോസ്റ്റർ കൂടി ഉണ്ട്. ആ ചുണ്ടലി എന്റെ ഒപ്പം വാ. ചുണ്ടലിന്റെ അടുത്ത് വാ. ഇല്ല ചുണ്ടലി മാത്രം എന്റെ ഒപ്പം വാ. നിങ്ങളെല്ലാരും കൂടെ കംപ്ലീറ്റ് ചെയ്യടാ. ചുണ്ടലിന്റെ ഒപ്പം വാ. വെയിറ്റ് ചുണ്ടലി ഇങ്ങോട്ട് മേലേക്ക് വാ. കളിക്കണ്ടവാ ചുണ്ടലി ചുട്ടുമണി ഒന്നും പേരില്ലടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ചുണ്ടലിനോട് മാത്രം പറയാനുള്ള. നിങ്ങൾ പോ ഇങ്ങോട്ട് വാ. ചുണ്ടലി ഇങ്ങോട്ട് വാ. ചുണ്ടലി പെട്ടെന്ന് മിഷൻ തീർക്ക്. നമ്മള് കളിയാക്കും. നമ്മള് മറ്റേ ഇമ്പോസ്റ്റർ ഇല്ലാത്തവരെ എന്താ ചുണ്ടലി സത്യം പറയട്ടെ. ചുണ്ടലി ഞാൻ ഒരു ഇമ്പോസ്റ്ററാണ്. കേക്കു എടാ നിങ്ങളല്ലേ പോണ. ഞാൻ ഇവരെ കൊല്ലട്ടെ. മാറേ നീ നിക്ക ഉസ്മാനെ. വെയിറ്റാക്ക്. നീ പോവല്ലേ ചുണ്ടലി. അടക്ക് വെയിറ്റാക്ക്. ശരിക്കും നിന്നോട്ടെ. ഈ കത്തിന്ന് എടുത്ത് വെള്ളം കേട്ടെ. സത്യം പറയട്ടെ, എനിക്കറിയില്ല. ബോസ് ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാനാടാ ഒരു കൊലപാതകി. ഞാൻ ഇന്നലെ പറ്റിക്കുന്നേ നടത്തണ നേരം. അയ്യോ ആരെ കൊന്ന്? സക്കായി. ഇവൻ എന്നാണ് മുത്ത? ഇത് അള്ളാണ്. ഇത് സക്കായി ആണ്. ഇതിലെ കള്ളൻ ഉറപ്പാ. ഞാൻ സക്കായിക്ക് വോട്ട് ചെയ്യുള്ളൂ. ഇത് ആലോചിക്കാറൊന്നുമില്ല എനിക്ക്. ഒബ്ജക്ഷൻ 3 വട്ടമായിട്ട് ഡെഡ് ബോഡി റിപ്പോർട്ട് ചെയ്ത് സക്കായാണ്. അപ്പൊ എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം. സക്കായി 3 തവണ ചെയ്തെങ്കിൽ ഫസ്റ്റ് തൊട്ട് അവൻ ഇക്രു എന്ന് പറയുന്നുണ്ട്. കൂടെയുള്ളവനെ ഫസ്റ്റ് റൗണ്ട് ആയിട്ട് ഉമ്പിക്കാൻ നോക്കത്തില്ല. അതൊരു പോയിന്റ്. അല്ല ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് അറിയോ? അപ്പം ചത്തല്ലേ നീ? വാടാ ഞാൻ കളി തുടങ്ങിയിട്ട് ഫസ്റ്റ് മിനിറ്റ് എന്റെ ടാസ്ക് ഒത്ത തീർന്നത്. അവിടെ ഞാൻ ഫുൾ ടൈം കറങ്ങി നടക്കും. അതുകൊണ്ട് ഇങ്ങനെ ബോഡി കിട്ടും. ഇപ്പൊ ആരെയാണ് സസ് ഉള്ളത്? സസ് ചോദിച്ചാൽ എനിക്കൊരു ചോദിച്ചേക്കാം. നീ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ടാസ്ക് ഏതാ? ഞാൻ ഫസ്റ്റ് മറ്റെന്തോ ഒരു കൊറേ ഇലക്ട്രിസിറ്റി പോലത്തെ ഒരു സാധനം എന്നിട്ട് നടുവിലൊരു സാധനം ഇങ്ങനെ അടിക്കുന്നല്ല. നല്ല ബബ്ബല്ല. ഇത് സുട്ടുമണിയാണ്. ഇത് സുട്ടുമണിയാണ്. അല്ല രാജുഭായ് എന്താ ഇങ്ങനെ പറയുന്നത്? രാജുഭായ് എന്താ ഇങ്ങനെ പറയണേ? എല്ലാരും സുട്ടുമണിയോട് ഇല്ല രാജുഭായ് എന്തോ ചിരിക്കുന്നുണ്ട്. വിശ്വസിക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ ഇല്ലെങ്കിൽ പറഞ്ഞോ. അല്ലല്ല രാജുഭായാണ് എനിക്കിപ്പോ സംശയം വരുന്നത്. എനിക്കിപ്പോ ഇങ്ങനെ ഒരു രാജുഭായിനൊക്കെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വോട്ട് ഔട്ട് ചെയ്ത് എനിക്ക് കുഴപ്പമില്ല. ഡിഫെൻഡ് ആക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഇമ്പോസ്റ്റർ ആണെന്ന് മനസ്സിലായപ്പോ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി. ശേഖ ഇത് സുട്ടുമണി അല്ലെങ്കിൽ അടുത്തിൽ എന്നെ വോട്ട് ഔട്ട് ചെയ്തു. ഞാനല്ല, ഇത് രാജുഭായാണ്. സീരിയസ് ആയിട്ട് പറയാം. ഞാൻ ചോദിക്കുന്നതല്ല, ഒരു ഇമ്പോസ്റ്ററിന് മറ്റേ ഇമ്പോസ്റ്ററിനെ കാണാൻ പറ്റുമോ? പറ്റും. അവര് ടീമായിട്ടാണ് നിൽക്കണം. ഞാൻ പറയാ ഇതില് ഉറപ്പായിട്ട് മാലിക്കും ചുണ്ടേലും ഞാനും അല്ല. അത് നമുക്ക് ഉറപ്പാ. അതെന്താ വെച്ചാൽ നമ്മൾ ഒറ്റക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതിലുള്ളത് ബ്ലേക്ക്, സക്കായി, ചുട്ടുമണി, രാജുഭായി ആണ്. അതില് ബ്ലേക്ക് എനിക്ക് പറയാനുള്ളൂ, ഇതല്ലെങ്കിൽ എന്നെ നീയൊക്കെ വോട്ട് ഔട്ട് ചെയ്യും. പെട്ടെന്ന് 6 സെക്കൻഡ് ഇല്ല ഞാൻ ചുട്ടുമണിക്കാ കൊടുത്ത്. ചുട്ടുമണി വാസാന ഇമ്പോസ്റ്റർ. എടാ നീയെല്ലാം എന്താടാ വിചാരിച്ചതാടാ ബിലാലെ? ഒരാളുടെ മേലെ അലിഗേഷൻ വെക്കുമ്പോ അവര് പറയണ കേക്കാ നിക്ക്. ഇത് എന്നെ ഡിഫെൻഡ് ചെയ്യാൻ സമ്മതിക്കല്ലോ നിങ്ങള്. എന്ത് ഓൺലി ടാക്കിംഗ് മീറ്റിംഗോ? ഓക്കെ ഇത് സ്കെയിൽഡ് എടുക്കും. കൊടുക്ക്.
ഈ ഓൺലി ടേക്കിൻ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീറ്റിംഗ് മാത്രം സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലായില്ല? ലെഫ്റ്റ് ഗെയിമാണോ? മാപ്പ് മാറ്റാ മാപ്പ് ഇടാ മാപ്പ് മാറ്റേ നോർമൽ മാപ്പ് ഇടാ. ഇതൊന്നും മനസ്സിലാവില്ലടാ. നോർമൽ മാപ്പ് ഇടാ. ബോസ് അവിടെ കുപ്പായം മേടിക്കാൻ കിട്ടൂട്ടാ ബോസ്. ആ എവിടെ കടയാടിനൊക്കെ അടുത്ത് ഇതെങ്ങനെ പൈസ വാങ്ങാതില്? $25 എത്ര? സ്റ്റാർ ബണ്ടിൽ 300. അതുകൊണ്ട് എന്താ കിട്ടാ? ഫാബ്രോണൊക്കെ കയറി ഷേക്ക് പോയാ? ഞാൻ അവിടെ ഉണ്ട്. എന്റെ മ്യൂട്ടാ? കടയാടി ചാർലി റെഡി. അയ്യോ ഇല്ലേ, അടുത്ത റൂം ഇടണടാ. നോർമൽ റൂം ഇട്ടാ മതി. ഇവര് പഠിച്ചു പറഞ്ഞ ഒരു ചെറിയ റൂം വിളിച്ചത്. എനിക്ക് മനസ്സിലായത് ഇതൊക്കെ എന്താ? നെയിം പ്ലേറ്റ്സ് എന്താ? അല്ല എന്റെ പേര് കുറച്ച് മട്ടത്തിന് കാണണം. വായത്ത കാട്ടണ്ടേ? എടാ ഈ ലാസ്റ്റ് വരുന്ന ഈ ലവ് ഷേക്കോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആരെ കൊണ്ടുവരാ? അതൊക്കെ കിട്ടിയടാ. 3 ആൾക്കാരായി കളയും പോസ്റ്റർ. ടാസ്ക് വലിച്ചു നീട്ടിയാട്ടാ ഇവൻ. പിന്നെ മറ്റേ ചോദ്യം ചെയ്തോലെ ചോദ്യം ചെയ്യരുത്. ഇപ്പഴാ പറയാ ഞാൻ മുട്ടി ഗെയിം എങ്ങനെയുണ്ട്? ഇത് കുഴപ്പമില്ല, അടിപൊളിയാ. പക്ഷെ ഇത് തലിച്ചിട്ട് കണ്ട എപ്പോഴും ഇരിക്കാൻ പറ്റൂല. 2 or 3 കളിയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ മാക്സിമം. കൊറേ നേരം ഇരുന്നതാവും. ഇമ്പോസ് നീ എന്റെ ഒപ്പം നിക്കണ്ട ഉസ്മാനെ കുണ്ണെ. നീ എന്റെ അടുത്ത് മാറിയില്ലേ? മാറ് എടാ പുണ്ടേ, നീ മാറ് എന്റെ അടുത്ത്. ആ ഡെഡ് ബോഡി കിട്ടി. മാലിക്ക് കൊറേ നേരമായിട്ട് മിണ്ടുന്നില്ല കേട്ടാ. ഡെഡ് ബോഡി എവിടെയെന്നുള്ളത് എങ്ങനെ കാണാം? മാപ്പിൽ കാണാൻ പറ്റുമോ ഡെഡ് ബോഡി എവിടെയെന്നുള്ളത്? ഇല്ല നമ്മള് മാലിക്കന്നെ പറയട്ടാ. മാലിക്ക പറയൂ. കേക്കട്ടെ? കണ്ടാണ് ഡെഡ് ബോഡിക്ക് മുമ്പ് കണ്ടോണ്ട് കേട്ടാണ് സീരിയസ്ലി. അവന്റെ ഒച്ച കേട്ട അറിയാതെ ഷിബുവാന്ന്. ഞാൻ കൊടുത്തു. എടാ നീ തിരിച്ചും മറിച്ചും പറയണ്ടടാ പൊട്ടാ ഷിബു. അല്ല ഷിബുവിനെ ഡിഫെൻഡ് ചെയ്യാറുണ്ടോ? ഷിബുവിനെ എന്തായാലും ഞാൻ ഡിഫെൻഡ് ചെയ്യില്ല. കാരണം അത് ഷിബു ചെയ്തിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ ഉണ്ടോന്ന് ചോദിച്ചത്. ഞാനല്ല മാലിക്കാന്ന്. അതിപ്പോ പുറത്ത് പോകണ കാണാൻ നമുക്ക് ആരാധുള്ളത്. ഇസ്മായിലെ അടുത്തത് പോകാനുള്ള ഇസ്മായിലാന്ന്. ചുട്ടുമണി ബിലാല്. ആ ചുട്ടുമണിക്ക് ഒരു തപ്പി കൊടുത്തുണ്ടല്ലോ ചെയ്യാന്. മൂന്ന് കള്ളന്മാര് ഒരു റോയിലാണ് തോന്നുന്നു. അടാ ആരാടാ എനിക്കെതിരെ എഴുതുന്നത്? അത് ഏതാടാ കുണ്ണ എനിക്ക് ചെയ്തത്? ഷിബു പോയി ടോക്ക് ഓൺലൈൻ മീറ്റിംഗ്. ഓക്കെ ഡിസ്കണക്ട് ആയി. ഞാൻ ഡിസ്കണക്ട് ആയി. ഇനിയിപ്പോ അടുത്തല്ലേ കളിക്കാം, കുഴപ്പമില്ലടാ. ഓക്കെ അപ്പാപ്പന് ഇതിന്റെ പടി ചന്നിട്ട് പറഞ്ഞു. അയ്യോ ഞാൻ അപ്പാപ്പന് ഞാനല്ല അപ്പാപ്പ നമുക്കത് നമ്മളത് തെളിയിച്ചിരിക്കുന്നു. ഓട്ടോ ടാബ് അമർത്തിയാതി. വേണ്ടടാ കുണ്ണ, നീ എന്റെ ഒപ്പം വരണ്ട. എന്തായാലും ലോക്കാക്കേ. എടാ കുണ്ണ ഞാനൊന്നല്ല ലോക്കാക്കേ. ആ നീയാണ് അവിടെ പോ. എന്റെ ബഗ് ഫുണ്ടേ ഉസ്മാനെ പോ. എന്റെ അടുത്ത് പോ. എന്റെ അടുത്ത് നിക്കല്ലേ, ഒറ്റക്ക് നിക്കല്ലേ. എങ്ങിട്ട് വാ. ഇതെന്താ രണ്ട്
ഇവന്മാര് ശരിയല്ല തോന്നുന്നുണ്ട് കേട്ടാ. ഞാൻ ഞാൻ കാര്യം പറയാ. ഞാന് സ്ഥലം പറഞ്ഞല്ലേ വന്നത്. റൂമിൽ ഞാൻ രാജുഭായിന്റെ മുന്നിൽ നിന്നാണ് വന്നത്. ഷീൽഡില് അപ്പാപ്പന്റെ എന്റെ കൂടെ ഉള്ളത്. നാവിഗേഷനാണ് ഡെഡ് ബോഡി. ഉറപ്പാ കാരണം അപ്പാപ്പ മറ്റേ സാധനം ചപ്പ് കളയുന്ന ഞാൻ കണ്ടായിരുന്നു. അത് തന്നെ അപ്പാപ്പനെ നാവിഗേഷൻ സൈഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ വന്ന രാജുബായിന്റെ അടുത്തേക്ക് ആരപ്പ മരിച്ചത്? മാലിക്കാണോ മരിച്ചത്? സ്റ്റോറേജ് കണ്ടായിരുന്നു. അവന് പെട്ടെന്ന് നാവിഗേഷൻ എത്താൻ പറ്റാനുള്ള സമയമായില്ല. ഞാൻ മറ്റേ റിയാക്ടറിലുണ്ടായിരുന്നു. ഇസ്മയിലേ അല്ല ഞാൻ ചോദിക്കട്ടെ അതല്ല ഇപ്പം ഇവനല്ലേ മാലിക്കല്ലേ മരിച്ചത്? ഞാൻ കാര്യം പറയട്ടെ, ആർക്കും അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണം. ആർക്കും സംശയമില്ല. ആർക്കും സംശയമില്ലല്ലോ. ഇല്ല സംശയം ചത്തോർക്കും ഉണ്ടാവാൻ പറ്റുമോ? ഇല്ല അങ്ങനെ ആകുമ്പോഴേ ചത്തോരൊക്കെ പറഞ്ഞാ പോലെ എടാ മാലിക്കേ, നിന്നെ ഞാൻ ആളെ വെച്ച് വന്നു. എനിക്കത് മനസ്സിലായതാ. ഇസ്മായിലൊക്കെ എനിക്ക് വോട്ട് ചെയ്തേക്കിട്ടാ. സംതിങ് ഫിഷി ടു ഇമ്പോസ്റ്റേഴ്സ്. ഈ ചുണ്ടേല് കൊറേ നേരം ഇന്റെ ഒപ്പം നിക്കുന്നുട്ടാ കുണ്ണ. കുടിക്കണം. അങ്ങനെ കളി തുടങ്ങി മിണ്ടല്ലേ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയ പിന്നെ പ്ലക്കാൻ എളുപ്പാ. ഓ അത് ശരിയാക്കിയടാ. ഇത് കോമഡി ആട്ടോ. മയില് സീരിയസ് ആണ്. ഇത് വെച്ചാ ഇങ്ങനെ കളിച്ചെടുത്തടാ. ഇത് ലൈവിൽ ഇരുന്ന് കളിച്ചാൽ ഭയങ്കര ബോറിംഗ് കാരണം. ഇതെന്താ നയിപ്പിച്ച സാധനം. ഞങ്ങൾക്ക് ബോറിംഗ് ഉണ്ടാവും. അതായത് ഞാൻ അല്ല സക്കായിക്ക് എന്താ പറയാ? സക്കായി രണ്ടുപേരും ഇനിയൊന്നും ചെയ്യില്ല. സക്കായി അല്ലേ? അല്ല ഒന്ന് ഷിബു അല്ലേനോ? ഒന്ന് സക്കായി. ഇനി ഒരാളല്ലോ ഇമ്പോസ്റ്റർ ഉള്ളൂ. ഞാൻ ബോറിംഗ് ഡബ്ല്യൂ. നിങ്ങക്ക് ഇപ്പൊ ഇഷ്ടായ വോട്ട് ചെയ്യാനുള്ളല്ലേ? ഇക്രൂന് ആരോ വോട്ട് എടുത്തേ? ഞാനാണ് ഇമ്പോസ്റ്റർ. ഈ ഇന്നെ കൊന്നു എങ്ങനെ ഡബ്ല്യൂ ഇടുന്നടാ. നിങ്ങക്ക് ഇത് അത്ര ഇഷ്ടായ? ഞാന് ഇമ്പോസ്റ്റർ കൊല്ലാനാവില്ലല്ലോ. ഇത് 1v തന്നെ അടിക്കും. നമുക്ക് ടാസ്ക് ചെയ്യാൻ പറ്റില്ല. എത്താലും ചെയ്യണം. ഇത് ക്യാമറ ഒന്ന് ശരിയായ കൂടെ ആരെങ്കിലും. ഞാൻ പോ എന്റെ എല്ലാ ടാസ്ക് കഴിഞ്ഞു. ഞാൻ ക്യാമറ നോക്കാൻ പോവാണേ. എന്ത് ക്യാമറ സാധാരണ ക്യാമറ പണി എടുക്കണത് ആരെയാണ്? പണി കഴിഞ്ഞു. പണി
ഇന്ത്യൻ മണി കഴിഞ്ഞ ഡോറ് പൂട്ടിയ രാജുവേ നോക്കണേ. ചാറ്റ് ഇത് കഴിഞ്ഞിട്ട് RP കയറണോ അതോ ഇതന്നെ ഒരു കളി കൂടി കളിക്കണോ എന്താ കാട്ടണ്ടേ? ഇതൊക്കെ ആരവിടെ പൂട്ടണേ? അതായത് പൊട്ടു അതോ ഇത് ചെയ്തില്ലെങ്കിൽ ശരിയിലെ പൊട്ടുപോയത് പൊട്ടുമല്ല കളി ഉണ്ടാവും. ഇക്രോ നിനക്കൊന്നും ചെയ്യില്ലേടാ? എന്റെ എല്ലാം കൈകളിയാ കയ്യിലല്ലേ? എമർജൻസി മീറ്റിംഗ്. എടാ ഞാൻ കുണ്ടലി ചത്ത്. വൺ മോറോ ഇത് മതി എന്ന് പറയുന്ന ഓക്കെ ഒരാളെ എടാ കമ്മ്യൂണിക്കേഷൻസിലേടാ കടയുടെ എന്ത് ചെയ്യായിരുന്നു വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ ഞാൻ നേരെ മെയിൻ റൂമിൽ ഞാൻ നേരെ അഡ്മിൻ നീ കമ്മ്യൂണിക്കേഷൻ അവിടെ ഒരു മിനിറ്റ് അവിടെ ചുമ്മാ നീ അവിടെ പോയില്ല. കമ്മ്യൂണിക്കേഷൻ ഞാൻ പോയിട്ടില്ല. മാത്രം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിട്ടില്ല. എന്റെ ഒപ്പം നീയും നീ താഴെ അവിടെ ഒരു സ്റ്റോർ കഴിഞ്ഞിട്ട് റൂമിൽ ഒന്ന് എന്തോ ചെയ്ത ചാറ്റ് പോൾ ഇട്ടണം ഒന്ന് പോള് എന്റെ ഒപ്പം ഇവനും ഉണ്ടായിരുന്നു. ഞാൻ ചോയ്സ് ചെയ്തിട്ട് എടാ ചാപ്സ് നീ അവിടെ എന്ത് ചെയ്യുന്നു താഴെ വന്നിട്ട് ഞാനും ചെയ്തിട്ടില്ല. നീക്ക് രണ്ടര അവിടെ ചുമ്മാ നിക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ് മറ്റേ ഇവിടെ ലോവറിന്റെ അവിടെ പോയിട്ട് എന്തോ സാധനം ചെയ്തില്ലേ എന്തിനു മറ്റേ പോളെ 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 ഇവനും ചുണ്ടലും കൂടെയാണ് ഒരുമിച്ച് എടാ ചാർലി നീ അവിടെ ചുമ്മാ നിക്കായിരുന്നു. ചാർലി നീ അവിടെ വന്ന് ഞാൻ അവിടെ സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ 100 പേരോട് പറയാം. ചാപ്സ് അല്ല ചാപ്സിന്റെ ഒപ്പം ഉണ്ടായിന്. ചാപ്സിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. റേഡിയോ അല്ല ഉസ്മാൻ പറയാൻ പറ്റില്ലല്ലോ. ഉസ്മാൻ ഇക്രും കൂടെയാണ് ഒരുമിച്ച് പക്ഷെ ഒരു കേസുണ്ട്. ഏറ്റവും ആദ്യം മറ്റേ ഷിബുവിനെ തൂക്കിയത് ഇവനായിരുന്നു. ചാർലി ആയിരുന്നു. ചാർലിയല്ലേ കണ്ടിട്ട് റിപ്പോർട്ട് അടിച്ച ഫസ്റ്റ്. രാജുഭായി കമ്മ്യൂണിക്കേഷനിൽ ഇവൻ വന്ന് കുറച്ച് നിപ്പുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷനിൽ ഇല്ലല്ല ഓരോട്ടോ കൂടെ മങ്ങസ് കളിക്കാം. 10 കളി കൂടെ കളിച്ചത് സ്കിപ്പ് ഇതൊന്നും ഇത് ഒരു അത് ആരാടാ എനിക്ക് ചെയ്തത്? ഇസ്മായിലോ? ഇസ്മായില് നടക്കുന്നതാണ് അയാൾ നോക്കുമ്പോക്കെ. ചെയ്യേ പെട്ടെന്ന് ഇസ്മയിൽ അതൊക്കെ ചെയ്യാത്ത നീ എന്താ പോയി ചെയ്യാത്ത? താഴെ എന്താടാ ചെയ്യാത്ത കാര്യം? താഴെ ചേടാ അവിടെ പണിയെടുക്കാനൊന്നും ചേട്ടാ. ഞാൻ നല്ല പണിയില്ല. രാജുവായി ചെറിയൊരു സംശയം അത് റിപ്പോർട്ടർ സമയത്ത് സംസാരിക്കാം. പക്ഷെ അതെങ്ങനെ രാജുവായി ഒന്ന് അനങ്ങാണ്ടെന്ന് 2 ഡോറങ്ങ് അടഞ്ഞേ. എനിക്ക് ഞാൻ നടന്നോണ്ട് ചെറിയ സംശയം ഇല്ലാതില്ല. അന്ന് പേടിച്ചില്ല സത്യം പറഞ്ഞ. എടാ ഒരുത്തൻ ചെയ്യടാ ഇലക്ട്രിക്ക്. എടാ ഒരു കളി കൂടി കളിക്കണ്ട. അടുത്ത റൗണ്ട് തൊട്ടില്ല ഡിസിയില് മൈക്ക് മ്യൂട്ട് ചെയ്യേ. ശരി ഇങ്ങനെ കളിച്ച് കാര്യമില്ലടാ. ഇതാരാ ഇവിടെ നിക്കണേ? ഇക്രു ആണോ? ഇല്ലല്ലോ ഇവിടെ ഒരു പണി കൂടി ഉണ്ട്.
ടാസ്ക് ഇനി കുറച്ചുള്ളൂ. ചുട്ടുപണി 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 ചുട്ടുപണി. ആവണവരെ കളിക്കുന്നില്ല, ഒരു കളി കൂടി കളിക്കും. റിപ്പോർട്ട് അടിക്കാൻ പോണേ ചാപ്സ് കയറി റിപ്പോർട്ട് അടിക്കും. സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞേ ഞാൻ എന്റെ മുന്നിൽ കൊന്നിട്ട് എടുത്ത് ഓടവേ കണ്ടോ ചട്ടി പൊക്കിട്ട് വരുന്നില്ല. ഞാൻ കണ്ട ചാപ്സേ നിന്റെ അടുത്ത് ഒറ്റ കാര്യം ചോദിക്കുന്നില്ല ചാപ്സേ. നീ സ്റ്റോറേജിന്റെ റൈറ്റ് കമ്മ്യൂണിക്കേഷനില് എന്തിനാണ് ടാസ്ക് ചെയ്തത്? കമ്മ്യൂണിക്കേഷനെ നീ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേ ഈ റൗണ്ടല്ലേ ഇതിന് മുമ്പത്തെ റൗണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. നീ അതിനും എനിക്ക് ആൻസർ തന്നിട്ടില്ല. നീ ആ ചോദ്യത്തിന് നീ എനിക്ക് ആൻസർ തന്നിട്ടില്ല. സ്റ്റോറേജിൽ മറ്റേ വിമാനം എന്തോ അലൈൻ ചെയ്ത സംഭവമല്ലേ പറഞ്ഞത്? അത് പറഞ്ഞു വിമാനോ? പെട്രോൾ മാത്രമല്ല, സ്റ്റോറേജിൽ നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാനുള്ളത് ഇതുകൊണ്ട് പിന്നെ വേസ്റ്റും കളയാം. ആൾക്കാരല്ലോ ലോറഞ്ചിലെന്ന് തോന്നുന്നു മറ്റേ സാധനം ഇങ്ങനെ തിരിച്ചിട്ട് ഒരു സാധനത്തിന് അളവായിട്ട് വെക്കുന്ന സാധനല്ലേ ഒരു പച്ച കറണ്ട് പോണേണ പച്ചയൊക്കെ വേറെ. അതാണ് ചെയ്തത്. എന്റെ ടാസ്ക് കഴിഞ്ഞു ഓൾറെഡി. ഞാൻ മറ്റിങ്ങനെ ഒരു കാര്യം ചെയ്യാം, വെയിറ്റ്. ചുട്ടുമണിയെ റിപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും റിപ്പോർട്ട് അടിച്ചിട്ട് ചാപ്സിനെ ആക്കിയാ ഒരു ചാപ്സ് കണ്ടല്ലേ പറയുന്നത് മുമ്പേ. പ്രശ്നം തീർന്നില്ലേ? ചുട്ടുമണിയെ റിപ്പോർട്ട് ചെയ്യാം. അഭിനയം എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറയട്ടെ രാജുഭായ് ഓട്ടിയല്ലേ അതാരാ എൻകോട്ട് ചെയ്ത് ചുട്ടുപണി. അയ്യേ അയ്യടാ നീ എന്താടാ? ആര് ബിലാലാണോ നിന്നെ കൊന്നത്? ചുണ്ടേലിനെ കൊന്നത് ബിലാലാണോ? അവിടെ തിരിച്ചെല്ലാരും കയറും. ഒരു കളി കൂടി, ലാസ്റ്റ് കളി പെട്ടെന്ന്. ഈ ഇമ്പോസ്റ്റർ ഒന്നും കൊള്ളൂല കേട്ടാ. ഇമ്പോസ്റ്റേഴ്സ് ഒക്കെ നമ്മളാരിലൊക്കെ കണ്ടിരുന്നു. 12 വരെ ഉള്ളു. ബാക്കിയുടെ 3 പേരോടെ എന്റെ അക്കൗണ്ട് വേറെ കളിക്കാൻ കയറുന്നുണ്ട്. ഇസ്മയില് പിന്നെ എനിക്ക് കോഡ് ബ്ലേക്ക് അവിടെ. ഇല്ലടാ ഒരു കളി കൂടി കളിക്കട്ടെടാ. അന്തിര് തൊയിരക്കണം. ഞാൻ ചാറ്റ് വെക്കുന്നില്ല. സെറ്റിംഗ്സ് എടുത്തിട്ട് അതില് സ്ട്രീമർ മോഡ് ഉള്ളത് ഓണാക്ക്. എവിടെ സ്ട്രീമർ മോഡ്? ആ ഫ്രണ്ട്സ് ആൻഡ് ലോബി ഇൻവൈറ്റിൽ തൊട്ട് താഴെ സ്ട്രീമർ മോഡ്. ഓക്കെ അതൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ ലീക്കായി. അത് ആദ്യം 10 പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല. ബട്ടാനെ ആദ്യത്തിന്റെ ഉള്ളിൽ കയറട്ടെ. ചാറ്റ് ഞാൻ നോക്കണില്ല. മതി. സ്റ്റാർട്ട് ചെയ്തോ. സംസാരിക്കരുത്. ഇല്ലാണോ സംസാരിച്ചോണ്ടിരിക്കും. DC മ്യൂട്ട് ഇല്ലാണോ സംസാരിച്ചോണ്ടിരിക്കും. മ്യൂട്ട് ചെയ്തോ. ഒരു ഓവളി കേട്ടല്ലേ. മ്യൂട്ട് കളിയാ സംസാരിക്കാതിരി. കളിയൊരു രസം കിട്ടില്ല സംസാരിച്ചാല്. Thank you for the $2.79 Canadian dollar. Slot ഉണ്ടോ? കഴിഞ്ഞത് ലാസ്റ്റ് നേരത്തെ ചോദിക്കട്ടെ ബിസിക്ക്. നേരെ കേറി പോയിട്ട് മറ്റേ എന്ത് ഈ മെഡ്ബേയിലേക്ക് പോയി. മെഡ്ബേയിലേക്ക് പോകുമ്പോ അവിടെ ഏതോ 2 കളർ ഉണ്ടായിരുന്നു. അത് എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. അതിലുള്ള ആരോ കൊന്ന്. ആ 2 ഇമ്പോസ്റ്ററാ.
ഏതോ രണ്ട് കളർ ഉണ്ടായിരുന്നു. ഏത് കളറാന്ന് പറയടാ. ചുറ്റുപടി ഏതോ ഒന്നാണ് ലൈറ്റ് ലൈറ്റ് കളർ ചുറ്റുമണി എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? ഞാനാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കളിക്കാണ് ഈ സംഭവം അറിയില്ല. ശിവപ്പോടെ ഉള്ളത് ക്യാമറ മെഡ് ബൈ മെഡ് ബേ മെഡ് ബേ ഞാൻ കഫ്റ്റീരിയയിലെല്ലാം ചുറ്റുപോലെ ടാസ്ക് ചെയ്തില്ല അപ്പഴത്തേനും വേണ്ടി ആർക്കും സംശയമെല്ലാം ഉണ്ടാരെങ്കിലും ഇല്ലല്ലേ? സ്കിപ്പ് എന്ന് പറയാ എന്താ ഈ ഇവൻ എങ്ങനെയാ ഞാൻ എപ്പോഴും ആവൂലടാ അവിടെ രണ്ടാൾക്കാരെ കൊന്നിട്ട് ആരും കണ്ടിട്ടില്ലാന്നോ? എന്ത് കുണ്ണത്തറാടാ. അളിയാ നീ ആത്മാവായിട്ട് കാണിച്ചെന്നേ ആരാ ഈ പയ്യനാ നിന്നെ കാണിച്ചതാണ് എന്നോട് ആരും എവിടെയായിരുന്നല്ലേ എന്റെ കീബോർഡ് വർക്കാവുന്നില്ല. ഞാനിപ്പോ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്. കാർഡ് സ്വൈപ്പ് അറിയാൻ പാടില്ല. ഒരു മിനിറ്റ് അളിയാ. അപ്പൊ അതിനെ കാണുന്നില്ലടാ. ബോഡി പോയിട്ട് അമർത്തിയാലും മതി. ഞാനൊരു കാര്യം പറട്ടെ, നമ്മളെ ടാസ്ക് പെട്ടെന്ന് തീർക്കുപ്പാ. പെട്ടെന്ന് അളിയതാ ഇതറാ പുള്ളേ. മനസ്സിലായി ഞാൻ കണ്ട്. 2 ഇമ്പോസ്റ്ററുള്ള 3 ഡെഡ് ബോഡി ബോഡിയെ കണ്ടോളൂ. ആരെ കണ്ടില്ല, അകത്തോട്ട് പോകാൻ അപ്പാപ്പ എന്തിനു ജീവിച്ചെന്ന് പറ. അവിടെ ഞാനും അപ്പാപ്പനും ഒരുമിച്ച് ബോഡി എവിടെയെന്ന് പറഞ്ഞ ബോഡി മറ്റേ ബാക്കിയുള്ളവർക്ക് ബോറിംഗ് ആവും. അഡ്മിൻ റൂമാ? അഡ്മിൻ റൂമിൽ നിന്നാണെങ്കിൽ ചാപ്സ് വന്നായിരുന്നു കുറെ നേരമായിട്ട്. നീല വേറെ ആരാടാ? അഡ്മിൻ റൂമിലാണോ? അഡ്മിൻ റൂമിലല്ല അങ്ങനെയാണ്. അഡ്മിൻ റൂമിൽ ഞാൻ കയറി പോയത്. അത് അഡ്മിൻ റൂമിൽ ആരും കുറെ പേരുണ്ടായിരുന്നല്ലോ. ഞാൻ കഫ്റ്റേരിയയിൽ നിൽക്കണം. ഞാൻ ബ്ലേക്ക് ബോഡി എവിടെയെന്ന് പറ. നീ ടാബ് അമർത്തുമ്പോ നിന്നെ കാണാം. അഡ്മിൻ റൂം കിട്ടിയത്. ഈ പച്ച കളർ ബോഡി മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? ഈ പച്ച കളർ ബോഡി മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ല ഇമ്പോസ്റ്റർ പോലെ അഭിനയിച്ച ഇന്നെ പൊട്ടാക്കൂലടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലാത്ത ഒരാളെ പറഞ്ഞേ. നിങ്ങളുടെ കൂടെ കൂട്ടത്തോട്ട് ഞാനും ഞാൻ ക്യാമറ റൂമിലായിരുന്നു. ഞാൻ കുണ്ടനെ അങ്ങോട്ട് ഓടിക്കൊണ്ടായിരുന്നു. ഞാൻ ആരൊക്കെ കണ്ട ഈ അഡ്മിൻ റൂമിൽ ഇത്ര നേരമായിട്ട്. പക്ഷെ കുറെ നേരം കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് സക്കായി അല്ല ചുണ്ടലി അഡ്മിൻ റൂമിൽ ഉണ്ടായിരുന്നു. എന്താണ് ചുണ്ടലി പിന്നെ റിപ്പോർട്ട് ചെയ്യാത്ത? നീ ഞാൻ പോളിട്ടാണ് ഒന്ന് പോളിട്ട്. അല്ല നീ ബോഡി എന്താ റിപ്പോർട്ട് ചെയ്യാത്ത? അവിടെ ബോഡി ഉണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്ത നീ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കൊണ്ടേ നീ പോന്ന്? ഐ വാസ് നോട്ട് അപ്പൊ രാജുഭായ് ഞാനല്ല, ഞാൻ അവരെ കണ്ടാ ക്യാമറ കുറെ നേരം. ഞാനൊന്നല്ല, ഞാൻ അപ്പുറത്ത് ഇവിടെ നിന്ന് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ടാസ്ക് ചെയ്തോണ്ടിരിക്കുന്നതാണ്. പാവട അതിന്റെ ചെറുക്കനെ വെറുതെ പുറത്താക്കി. സോറിടാ, ഞാൻ അറിഞ്ഞില്ല. എത്ര പൊട്ടിക്കണ കല്ല് കല്ല നായ
തൊരത്തിയൊക്കെ വെട്ടത് ഇതൊക്കെ കാണണം. അല്ലെ പുള്ളി മൂന്നാമത്തെ ആളായിരുന്നറിയോ? ഓ കണ്ട് അല്ലെ നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റണം. ഹണ്ടിന്റെ അടിയിൽ എഴുതി കളിക്കുന്നുണ്ട്. അതന്നെ, അത് ആളാരെന്ന് കണ്ടുപിടിക്കണ്ടേ. രണ്ടാളാരൊക്കെ മരിച്ചേ? ബുള്ളു രാജുഭായി മരിച്ചോ? ഇക്കിനെ നല്ല ഡൗട്ട് ഉണ്ട്. കാരണം ബ്ലേക്കാണ് 2 റിപ്പോർട്ട് ചെയ്തേക്കണ് അടുത്ത്. ബോഡി ഞാൻ പറഞ്ഞുതരാം എവിടെ കണ്ടെന്ന്. ബോഡിയാണ് സെക്യൂരിറ്റി റൂമില്. ക്യാമറ ഒരു കാര്യം ചോദിക്കട്ടെ, ഇസ്മായിൽ മ്യൂട്ട് ആണോടാ? ബ്ലേക്കിന് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം പെട്ടെന്നൊന്നും സെക്യൂരിറ്റി ഞാൻ നിക്കുന്നത് ഇതിന്റെ ഇടയ്ക്കാ, സ്റ്റോറേജിന്റെ ഷീൽഡിന്റെ ഇടയ്ക്ക്. ഞാൻ കണ്ടു മാലിക് അത് ഓടുന്ന ഞാൻ കണ്ടു. പക്ഷെ മാലിക് ഞാൻ ഇവിടേക്കാണ് വന്നത്. ടാർഗറ്റിംഗ് ബ്ലേക്കിന് എനിക്കും ഡൗട്ട് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സാധാരണ ഞാൻ ബ്ലേക്കിനെ അടുത്ത എല്ലാരും വോട്ട് ചെയ്തോ. അങ്ങനെ വെറുതെ അലിഗേഷൻ ചെയ്തിട്ട് എന്താണ്? അണ്ടി വൈര നീ തന്നെ അയ്യോ എന്താ പറയുള്ളൂ ഉമ്മ താങ്ക് യു. എന്നെ കൊന്നിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യാം. കിടക്കവിടെ ശരിയായ ആളെ എന്നെ കിട്ടിയില്ലേ? ശരിയായ ഒരു ബ്ലേക്ക് നീ പൊട്ടനാണ് ബ്ലേക്ക്. ഓൾറെഡി എന്റെ മൈൻഡ് ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്ലേക്ക്, ഇവർക്കെല്ലാം എന്നെ സംശയം ഉണ്ടായിരുന്നു. നീ എന്നെ കൊല്ലാൻ പാടില്ലായിരുന്നു. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ തൂക്കിയാൽ ഇവിടെ ജയിക്കാൻ പറ്റുള്ളൂ. ഇമ്പോസ്റ്റർ ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തൂക്കണം ഫസ്റ്റ്. ഞാനത് ചെയ്തിട്ടുണ്ട്, മനസ്സിലായി. നമ്മൾ ടാസ്കല്ലൊന്ന് പെട്ടെന്ന് നമ്മൾ ജയിക്കും. അതെ, പക്ഷെ ചത്ത കഴിഞ്ഞാൽ പെട്ടെന്ന് ടാസ്ക് ചെയ്യാൻ പറ്റും കേട്ടാ, അത് കൊള്ളാം. വേറെ മര്യാദ സ്പീഡിൽ പറന്നു പോവാ. ആരും ആരൊന്നും ആക്കുകയില്ല. നീ എന്റെ അടുത്ത് നിൽക്കലടാ ശിബു പുണ്ണെ. മുണ്ടാണ്ട് തോട്ടുന്നു കളിയിലും മുണ്ടാണ്ടിട്ടുണ്ട്. ഞാൻ മറ്റേ അടുത്ത കൊലപാതകരെ നമുക്ക് നടത്തട്ടെ. എടാ നിനക്ക് താഴത്ത് കാണാൻ ഹണ്ട് കൊടുക്കടാ. അതിനകത്തോട്ട് കാണാൻ പറ്റും, പേരെല്ലാം കാണാം. ആളെ പേരും കാണാൻ പറ്റുമോ? എന്താടാ ശിബു ഞാൻ മുട്ടേ തരുന്നേ? ഏജ് കരിമുട്ട ഇതെങ്ങനെ മാറി ഇതിനുള്ളിൽ കുടുങ്ങിയാലേ? ഇവരെ കൂട്ടിട്ട് മറ്റേ പ്രയത്തിന്റെ ഒരു ഗെയിം ഉണ്ട്, അത് കളിക്കാൻ പടാ. വിഷയായിരിക്കും. ഓ ആരെയും നമുക്ക് കാണാൻ പറ്റാ. ഹണ്ട് കൊടുക്ക. ഹണ്ട് കൊടുത്ത് കഴിയുമ്പോ ഒരാളെ ഇപ്പൊ ആരെങ്കിലും പേരിന്റെ തൊട്ടടിയിൽ തന്നെ ഉണ്ടാവും, ക്രൂ അല്ലെങ്കിൽ ഇമ്പോ. എടാ ബ്ലേക്ക്, നിനക്കെന്ത് പറ്റിയതാ? എന്നാ തൂക്കി. ഈ അപരാധി മോനായിരുന്നോ? ഗണ്ണ് വെച്ച് എനിക്കൊരു GPU സ്പോൺസർ. ഞാൻ 20 FPS ആണ് കളിക്കുന്നത്. ഓക്കെ GPU തരാം. 20 റുപ്യ അയച്ചെന്നിട്ട് ഞാൻ എനിക്ക് 20,000 റുപ്യന്റെ സാധനം. ഓ പക്ഷെ ഞാൻ സക്സസ് ആയടാ. കടയാടി ഈ പൊട്ടന്റെ കാലത്ത് നമ്മളെടുത്തോ ഈ ഒരു പൊട്ടനെ കാണിച്ചു തരാം.
ഈ പൊട്ടാ സത്യം ഏത് ഞാൻ കണ്ടില്ല. ഇവിടെ എടാ, ആത്മാർത്ഥതയോട് നിറകൂടാണ് അവൻ. മണ്ടൻട്രാ. ഈ ഇമ്പോസ്റ്റേഴ്സിന് ഇതുണ്ടാവോ? എടാ, എടാ, ഒറ്റ പേര് സൈമൺ കേട്ടല്ലോ. ബോഡി എടുക്കത്തിന് റിപ്പോർട്ട് ചെയ്തെന്താ? ഇല്ല ഇങ്ങനെ കളിക്കാം. ഇല്ല ആ സിറ്റി കറക്റ്റ് സിറ്റി വാ. അവന്റെ പിന്നെ നമുക്ക്